നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ക്ഷേമ പെൻഷൻ 1600 രൂപ ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ മെയ് മാസത്തിൽ നമുക്ക് 2 മാസത്തെ പെൻഷൻ ലഭിച്ചിരുന്നു. അതിൽ കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയായ 1600 രൂപയും മെയ് മാസത്തിലെ 1600 രൂപയുമാണ് പെൻഷൻ ലഭിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് ജൂൺ മാസത്തിലെ പെൻഷനാണ്. അതുപോലെ തന്നെ 2 മാസത്തെ കുടിശ്ശിക പെൻഷൻ ലഭിക്കാനുണ്ട്. ഇതെല്ലാം എന്നാണ് ലഭിക്കുക? അതുപോലെ തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ജൂലൈ മുതൽ അവർക്ക് പെൻഷൻ ലഭിക്കുക? പുതിയ പെൻഷൻ അപേക്ഷിക്കുന്നവർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റായ പെൻഷൻ മസ്റ്ററിങ്ങിന് പോകുന്നതിന് മുമ്പായി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ചെയ്യണം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ഇപ്പോൾ ആനുകൂല്യങ്ങൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും കമൻറ്റ് ബോക്സിലും പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. ഈ മാസം 25-ാം തീയതി മുതലാണ് മസ്റ്ററിങ് തുടങ്ങുന്നത്. മസ്റ്ററിങ് തുടങ്ങി ഒരു മാസമായിരിക്കും ഇതിന് കാലാവധി ഉണ്ടായിരിക്കുക. 6 സമയങ്ങളിൽ ഏകദേശം 60 ലക്ഷത്തിൽ പരം ആളുകൾ മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യം വരും. മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. നിർബന്ധമായിട്ടും നമ്മുടെ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഈ സമയങ്ങളിൽ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ അവർ നടത്തുന്ന ക്യാമ്പുകളിൽ നിന്നോ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഒരുപാട് സംശയമായിരുന്നു, നമുക്ക് നമ്മുടെ പഞ്ചായത്തിലുള്ള അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് മാത്രമാണ് മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക, കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രത്തിൽ നമുക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മസ്റ്ററിങ്ങിന് ശേഷം അവർ നമുക്കൊരു പ്രിൻ്റ് ഔട്ട് ലഭിക്കും. ആ പ്രിൻ്റ് ഔട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ പെൻഷൻ പോർട്ടലിൽ അത് എഡിറ്റ് ആവുകയും പിന്നീട് ഒരു വർഷത്തേക്ക് നമുക്ക് മസ്റ്ററിങ് ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, ഈ ഒരു മസ്റ്ററിങ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ ID എന്നിവ നമ്മൾ കയ്യിൽ വെക്കണം. അതിൽ പെൻഷൻ ID എങ്ങനെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എടുക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു. ഇന്ന് കാണാത്ത ആളുകൾ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിന് പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന സമയങ്ങളിൽ അവർ എടുത്തുകൊള്ളും. പക്ഷേ ഏകദേശം 60 ലക്ഷത്തോളം ആളുകൾ ഒരു മാസത്തോളമായി മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് കൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രം നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മുടെ കൈവശം പെൻഷൻ ID കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പരിപാടികളെല്ലാം തീർത്ത് നമുക്ക് വീട്ടിൽ പോരാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ജൂൺ മാസത്തിലെ പെൻഷൻ വരും ദിവസങ്ങൾ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 2-3 ദിവസങ്ങൾക്കകം തന്നെ നമ്മുടെ പെൻഷൻ നമ്മുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ്. അതുപോലെ ഇനിയും 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഇപ്പോൾ നിലവിൽ ബാക്കിയുള്ളത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ വർഷത്തിൽ ജനുവരി മാസത്തിൽ 2 പെൻഷൻ ലഭിച്ചിരുന്നു. അതിനുശേഷം മെയ് മാസത്തിലും 2 പെൻഷൻ ലഭിച്ചിരുന്നു. അങ്ങനെ കുടിശ്ശിക കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ 2 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഒരു മാസത്തെ കുടിശ്ശികയും അതിനുശേഷം ഈ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ 1 മാസത്തെ കുടിശ്ശിക കൂടി ലഭിച്ചു. കുടിശ്ശികയൊന്നുമില്ലാതെ ഇലക്ഷൻ നേരിടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ബൈ ഇലക്ഷൻ നടക്കുകയാണ്. അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷൻ, അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പെൻഷൻ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ എത്തുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. സർക്കാർ പറയുന്ന കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല. പെൻഷൻ ആക്റ്റീവായ എല്ലാ ആളുകൾക്കും ഇപ്പോൾ കറക്റ്റായി തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു വർഷത്തോളമായി കറക്റ്റായി തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട്. 1600 രൂപയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഒരു പക്ഷേ ചിലപ്പോൾ അത് 1750 രൂപയോ 1800 രൂപയിലേക്കോ മാറാനും സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പെൻഷൻ വർധനവ്. അന്ന് സർക്കാർ നമ്മോട് പറഞ്ഞത് പെൻഷൻ വർധനവ് വരുത്താൻ ബജറ്റിൽ അവതരിപ്പിക്കണമെന്നില്ല, സർക്കാരിൻ്റെ നയപരമായ തീരുമാനം എപ്പോൾ വേണമെങ്കിലും എടുക്കാമെന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷന് മുമ്പായി തന്നെ പെൻഷൻ പണം കൂട്ടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് റേഷൻ കാർഡ്. റേഷൻ കാർഡ് മസ്റ്ററിങ് ചെയ്യാത്ത ഒരുപാട് ആളുകൾ ഇപ്പോൾ നിലവിലുണ്ട്. മഞ്ഞ ചുവപ്പ് കളർ റേഷൻ കാർഡിലെ മുഴുവൻ ആളുകളും
ഒന്നുകിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്, അതല്ലെങ്കിൽ റേഷൻ കടകളിൽ വന്നിട്ട്, അതുമല്ലെങ്കിൽ സപ്ലൈ ഓഫീസിൽ നേരിൽ ചെന്നിട്ട് മസ്റ്റിംഗ് പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമാണ് തുടർന്നും അവർക്ക് റേഷൻ സാധനങ്ങളായാലും മറ്റ് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. സർക്കാരിന് ഇതുപോലത്തെ ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി